70 പിന്നെ ഭയങ്കര രസമാണ്. തഹജ്ജുദ് നജർ 12 റക്അത്തും ളുഹ 2 റക്അത്തും 20 റക്അത്തായി. അപ്പൊ എന്തായി? 70 20 90 റക്അത്ത് എന്ന് പറഞ്ഞാൽ ളുഹക്ക് വന്നാൽ സൂര്യൻ ഉദിക്കപ്പോഴും സൂര്യൻ ഉദിക്കുക 6:42 കഴിഞ്ഞ് ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞത് 7 മണിയായാൽ ളുഹ നിസ്കാരത്തിന് ടൈമായി. എത്ര മണി വേണമെങ്കിൽ 12:43 ളുഹർ വാങ്ങും. ഒരു 12:40 വരെ 7 മണി മുതൽ 12:40 5 മണിക്കൂർ 40 മിനിറ്റ് നിലനിൽക്കുന്ന വിശാലമായ സമയത്തിന്റെ ഇടയിൽ ഒരാൾ നിസ്കരിക്കണം. ആ നിസ്കാരം നിർവഹിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും ഒരു പ്രശ്നം അവരുണ്ടാവില്ല. ഫഖറുണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല, രോഗങ്ങളുണ്ടാവില്ല. അത് നമുക്ക് കഴിയാൻ എത്ര മണിക്കൂറുകളോളം ഡോക്ടറെടുത്തിട്ട് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെയിൽ കൊണ്ട് നിൽക്കാനൊക്കെ കഴിയും. AC പള്ളികളിന്റെ മുമ്പിലോ ഒരു മുതലക്കാലത്ത് നിസ്കരിക്കാൻ എത്ര സമയം? 15 മിനിറ്റോ 20 മിനിറ്റോ വരും. അതിന് കഴിയൂല, സമ്മതിക്കൂല. ആ ഇബ്ലീസിനോട് യുദ്ധം ചെയ്യുകയില്ല. ജിഹാദ് എന്ന് പറയുക അൽ മുജാഹിദ്, ഏറ്റവും വലിയ ധീരനായ യോദ്ധാവായ അമൻ ജാഹദ നഫ്സിഹി, സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്യാൻ കഴിയുന്നവനാണ്. അവൻ തന്നെയാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യനായ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി. സ്വന്തം ശരീരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ശരീരത്തിനെ പിടിച്ച് നിയന്ത്രിക്കുകയും എന്നിട്ട് മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലേക്ക് വല്ലതും ഉണ്ടാക്കി വെക്കാൻ കഴിയുകയും ചെയ്യുന്നവനാരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ നമ്മൾ ഈ റമദാനിൽ ഒരു തീരുമാനം കൊണ്ടെടുക്കുക, എന്നിട്ട് അത് യുദ്ധം ചെയ്തിട്ട് ശരീരത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എടുക്കേണ്ട ഒന്ന് തന്നെ റമദാനിൽ ഒരൊറ്റ ഫർദ് നിസ്കാരവും ജമാഅത്തായി വായിക്കൂല. ഒരു ഫർദ് നിസ്കാരം ഒഴിവാക്കാൻ ഒരു ഫർദ് നിസ്കാരം അനാവശ്യമായി രണ്ട് കാരണങ്ങളില്ലാതെ അകലായി പോയാൽ, രണ്ട് കാരണങ്ങൾ വന്നാൽ ഒന്ന് മറന്നുപോകും, സമയത്തെ നിസ്കാരത്തിനെ കുറിച്ച് ഓർമ്മ. രണ്ടാമത്തെ ആ നിസ്കാരത്തിന്റെ ടൈം മുഴുവൻ അറിയാതെ ഉറങ്ങിപ്പോകും. ഈ രണ്ട് കാരണങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾ പുറത്ത് കളിച്ചാൽ പാടില്ല, ക്രിക്കറ്റ് കളിച്ചാൽ പാടില്ല, ഇനി പള്ളി കമ്മിറ്റിക്കാരനെ കൊണ്ട് ഗാനമാർച്ചാൽ പാടില്ല, എന്ത് കൊണ്ടും നടത്തിയിട്ട് ഒരു നിസ്കാരം ആയാൽ സമാനീയ ഹുക്മ നരകത്തിൽ പെടുത്തുകയുണ്ട്. ഒരു നിസ്കാരമായ സമാനീയ ഹുക്മ നരകത്തിൽ പെടുത്തണം. ഒരു ഹുക്മ എന്ന് പറഞ്ഞാൽ സമാനീയ സന, 80 വർഷത്തിനാണ് ഒരു ഹുക്മ എന്ന് പറയുക. അങ്ങനെ 80 ഹുക്മകൾ എന്ന് പറഞ്ഞാൽ 8 കൂടാതെ 6400 കൊല്ലം ഒരു നിസ്കാരം അതാക്കിയവൻ. ക്രിക്കറ്റ് കളിച്ചിട്ട് അതാക്കിയാലും വേണ്ടിയില്ല, ഗാനമേള വേണ്ടിയില്ല, കല്യാണം കഴിച്ചിട്ടാലും വേണ്ടിയില്ല, ഓണക്കിട്ടാലും വേണ്ടിയില്ല, ഇനി പള്ളിക്ക് കൂടി വേണ്ടിയില്ല, ഇവിടെ വലത് കഴിച്ചിട്ടാലും വേണ്ടിയില്ല. നിസ്കാരം അതാക്കിയാൽ 6400 കൊല്ലം ഒരു നിസ്കാരത്തിന് വേണ്ടി നരകത്തെ കടക്കേണ്ടി വരുന്നുണ്ട്. മഹാന്മാര് പഠിപ്പിക്കപ്പെടും. അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ആ ഗൗരവം മനസ്സിലാക്കണം. നമുക്കില്ലാതെ പോയത് അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ 90 റക്അത്ത് ഇതിൽ 10 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് ചില ആളുകളൊക്കെ ഇപ്പൊ സൂര്യൻ ഉദിക്കുക 6:42 സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ ഖുർആൻ ഓതും, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലും, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലുന്ന നടക്കും ഒക്കെ ചെയ്ത് 6:42 ആയി കഴിഞ്ഞു. 6:43 എത്തിയാൽ ചില ആളുകൾ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ ഹദീസിലുണ്ട്. അതിനെ സലാത്തുൽ ഇശ്റാഖ് എന്ന് പറയും. ളുഹ ഇശ്റാഖ് രണ്ടാണെന്നോ അല്ല 2 ഒന്നാണെന്നോ അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ടെങ്കിലും മദീന പള്ളിയിലൊക്കെ പോയാൽ ഇശ്റാഖിന്റെ ടൈം വേറെ, ളുഹയുടെ ടൈം വേറെ. ഇനി ആ സമയത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. ഒന്നുമില്ല, നിസ്കരിക്കുമ്പോൾ 92 റക്അത്ത്. ഇവിടെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു നിസ്കാരത്തിന്റെ അബ്വാബി നിസ്കാരത്തിന്റെ പേര് 20 റക്അത്ത് വരെ നിസ്കരിക്കാം. പക്ഷെ മഹാന്മാരൊക്കെ വലിയ ഫضل പറഞ്ഞ നിസ്കാരമാണ്. ഒരു 6 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കണം. എന്നാൽ 6 റക്അത്ത് നിസ്കരിക്കാൻ 98 റക്അത്തായി. പിന്നെ 2 റക്അത്ത് എടുത്തുകൊണ്ടോ പള്ളിയിൽ കഴിഞ്ഞ തഹിയ്യത്തോ എന്തെങ്കിലും നിസ്കരിച്ച് 100 റക്അത്ത് പൂർണ്ണമാക്കാതെ കിടന്നിറങ്ങുന്ന
നമുക്കിടയിൽ ജീവിക്കുന്നു എന്നറിയുമ്പോൾ നമുക്കൊന്ന് പരിശോധിച്ചു ഞാൻ പറ്റുന്നത് ആ ഒരു പരിശോധന നടത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എങ്കിൽ നമ്മൾ തീരുമാനമെടുക്കുക, ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ഞാൻ 3 ഖത്മ ഖുർആൻ ഓതാൻ തീരുമാനമെടുക്കുക. 3 ഖത്മ ഖുർആൻ ഓതാൻ ഒരു ദിവസം 3 ജുസ്നെ ഓതേണ്ടതുണ്ട്. 3 ജുസ് ഓതിയാൽ 10 ദിവസം കൊണ്ട് ഒരു ഖത്മായി. ഒരു ജുസ് ഓതാൻ ഏറി വന്നാൽ പതുക്കെ ഓതുന്നവരാണെങ്കിൽ പോലും ഒരു അരമണിക്കൂർ കൊണ്ട് ഓതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ ഇതിനു വേണ്ടി ഖുർആനിന്റെ സമാനത്തിന് വേണ്ടി ഖബറിൽ ഖുർആൻ ഈനാസിനുണ്ടാവാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് 1.5 മണിക്കൂർ മാത്രമാണ്. അതെങ്കിലും ഉപയോഗപ്പെടുത്തി ഞാൻ 3 ഖത്മ ഖുർആൻ ഓതും എന്ന് തീരുമാനമെടുക്കുക. ഈ റമദാനിൽ ഒരൊറ്റ തറാവീഹ് ഞാൻ ഒഴിവാക്കുക എന്നൊരു തീരുമാനമെടുക്കുക. ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ശരീരം ചലിക്കുന്നില്ലെങ്കിലും ആ ശരീരത്തിനെ നമ്മളെ പരിധിയിലാക്കിയിട്ട് ശരീരത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവനാണ് അൽ മുജാഹിദ്. ശരിയായ ജിഹാദ് എന്ന് പറയുന്നത് ليس الشديد بالسرعة ولكن الشديد من يملك نفسه. سيدنا رسول الله ഏറ്റവും വലിയ ധീരനായ ശക്തനായ ആൾ മറ്റൊരാളെ ഒരു വ്യക്തി നിലംപതിപ്പിച്ച് കൊല്ലുന്നവനല്ല. പിന്നെ ആരാ ഏറ്റവും വലിയ ശക്തിയുള്ളവൻ? മൻ യംലികു നഫ്സഹു. സ്വന്തം ശരീരം അരുതാതെ രക്ഷിക്കുമ്പോൾ ആ ശരീരത്തിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തനെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതൊക്കെ പാഠം ഉൾക്കൊണ്ട് പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്ക് തഖ്വ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ പരിശുദ്ധ റമദാനിന്റെ നോമ്പും നിസ്കാരങ്ങളും ഇബാദത്തുകളും ഖുർആനോദനങ്ങളും സദഖ ചെയ്യലുകളും ഇതൊക്കെ സംഗമിക്കുമ്പോൾ ഒരു മനുഷ്യനായി തീരും. അതിന് ഏറ്റവും വലിയ മാസമാണ് പരിശുദ്ധ റമദാൻ. കഴിയുന്നത് പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തേക്കായി മുന്നോട്ട് വെക്കുക.